ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 565. സൂറത്തുർ റാഅദ് ആയത്തുകൾ 32 മുതൽ 43 വരെ. പേജ് നമ്പർ 877. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക فأمليت للذين كفروا ثم أخذتهم فكيف كان عقاب أفمن هو قائم على كل نفس بما كسبت وجعلوا لله شركاء قل سموهم أم تنبئونه بما لا يعلم في الأرض أم بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ومن يضلل الله فما له من هاد لهم عذاب في الحياة الدنيا ولعذاب الآخرة أشق وما لهم من الله من واق مثل الجنة التي وعد المتقون تجري من تحتها الأنهار أكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار والذين آتيناهم الكتاب يفرحون بما أنزل إليك ومن الأحزاب من ينكر بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب وكذلك أنزلناه حكما عربيا ولئن اتبعت أهواءهم بعدما جاءك من العلم ما لك من الله من ولي ولا واق ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب يمحو الله ما يشاء ويثبت وعنده أم الكتاب وإما نرينك بعض الذي نعدهم أو نتوفينك فإنما عليك البلاغ وعلينا الحساب أولم يروا أنا نأتي الأرض ننقصها من أطرافها والله يحكم لا معقب لحكمه وهو سريع الحساب وقد مكر الذين من قبلهم فلله المكر جميعا يعلم ما تكسب كل نفس وسيعلم الكفار لمن عقبى الدار ويقول الذين كفروا لست مرسلا قل كفى بالله شهيدا بيني وبينكم ومن عنده علم الكتاب. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 566.
സൂറത്തുർ റഅദ് ആയത്ത് 32, പേജ് നമ്പർ 877. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക, നിശ്ചയമായും നിനക്ക് മുമ്പ് പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലില്ലദീന കഫറു, അപ്പോൾ നിഷേധികളായിട്ടുള്ളവർക്ക് ഞാൻ സമയം നീട്ടിക്കൊടുത്തു. സുമ്മ അഖ്ദതുഹും, പിന്നെ ഞാൻ അവരെ പിടികൂടി. പേജ് 878. ഫകൈഫ കാന ഇഖാബ്, അപ്പോൾ എൻ്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു. ആയത്ത് 33. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, എന്നാൽ ഓരോ ആളെ സംബന്ധിച്ചും അവരവർ പ്രവർത്തിക്കുന്നതിൽ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ യാതൊന്നിനും കഴിവില്ലാത്തവനെ പോലെയാകുമോ? അതായത് ഓരോ വ്യക്തിയും ചെയ്യുന്നതും ഉപേക്ഷിക്കുന്നതുമൊക്കെ ശരിക്ക് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിവുള്ളവനുമായ അള്ളാഹു യാതൊരു കഴിവുമില്ലാത്ത സൃഷ്ടികളെ പോലെ ആകുമോ? വജഅലൂ ലില്ലാഹി ശുറകാ, അള്ളാഹുവിനവർ പങ്കുകാരെ ആക്കിയിരിക്കുന്നു. അവർക്കതിനെന്ത് അർഹത? അവരുടെ സ്വന്തം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തന്നെ അവർക്കാവില്ല, പിന്നെയല്ലേ അവരെ ആരാധിക്കുന്നവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കൽ. ഖുൽ സമ്മൂഹും, പറയുക, നിങ്ങൾ അവരുടെ പേരുകൾ പറഞ്ഞു തരുവീൻ. പേരുകൾ അറിഞ്ഞാൽ അവരെപ്പറ്റി നമുക്കന്ന് അന്വേഷിക്കാമല്ലോ. അവർക്ക് വല്ല കഴിവുമുണ്ടോ? നിങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും സ്വീകരിക്കുവാൻ അവർക്ക് വല്ല അർഹതയുമുണ്ടോ? അം തുനബ്ബിഊനഹു ബിമാ ലാ യഅലമു ഫിൽ അർദ്, അഥവാ അവർ ഈ ഭൂമിയിൽ അറിയാത്ത ഒരു വിഷയം അവനോട് നിങ്ങൾ പറയുകയാണോ? അം ബിളാഹിരിൻ മിനൽ ഖൗൽ, അഥവാ ഉപരിപ്ലവമായ വാക്കുമൂലമോ? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ പറ്റി വളരെ ഉപരിപ്ലവമായി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി അവർക്ക് ഇല്ലാത്ത കഴിവുകൾ പ്രചരിപ്പിക്കും. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. കേട്ടവർ അതൊക്കെ ഒന്നുകൂടി വലുതാക്കി പ്രചരിപ്പിക്കും. യഥാർത്ഥത്തിൽ യാതൊരു യാഥാർത്ഥ്യവും ഉണ്ടാവുകയില്ല. ശരിക്ക് ചിന്തിക്കാനോ പഠിക്കാനോ തെളിവും രേഖയും പരിശോധിക്കാനോ ഭൂരിപക്ഷവും ശ്രമിക്കാറില്ല. ബൽ സുയ്യിന ലില്ലദീന കഫറൂ മക്റുഹും, എന്നാൽ സത്യനിഷേധികൾക്ക് അവരുടെ തന്ത്രം ഭംഗിയാക്കി കാണിക്കപ്പെട്ടു. വസദ്ദൂ അനിസ് സബീൽ, ശരിയായ വഴിയിൽ നിന്ന് അവർ തട്ടിത്തിരിക്കപ്പെടുകയും ചെയ്തു. വസുദ്ദൂ അനിസ് സബീൽ, ശരിയായ വഴിയിൽ നിന്ന് അവർ തട്ടിത്തിരിക്കപ്പെടുകയും ചെയ്തു. നിഷേധവും ധിക്കാരവും കൊണ്ട് മലിനമായി തീർന്നിട്ടുള്ള അവരുടെ മനസ്സിൽ അവരുടെ ചതിപ്രയോഗങ്ങൾ പിശാച് നല്ലതായി തോന്നിപ്പിക്കുകയും ശരിയായ മാർഗത്തിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്തു. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അള്ളാഹു ആരെങ്കിലും വഴിപിഴപ്പിക്കുന്ന പക്ഷം അവനെ നേർവഴിയിൽ ആക്കുന്ന ആരുമില്ല. നേർവഴി ഇഷ്ടപ്പെടാതെ മനഃപൂർവ്വം ദുർമാർഗം തിരഞ്ഞെടുക്കുന്നവനെ അള്ളാഹു കൈയൊഴിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ അള്ളാഹു ഒരുത്തനെ കൈയൊഴിച്ചാൽ പിന്നെ ആരാണ് അവനെ നേർവഴിയിലാക്കുക? ആർക്കും സാധ്യമല്ല. ഔലിയാക്കന്മാർ അവരോട് പ്രാർത്ഥിക്കുന്നവരെയും അവരെ ആരാധിക്കുന്നവരെയും ഏറ്റെടുക്കുമെന്ന് ചിലർ പറയുന്നത് വളരെ മോശമായ വിവരക്കേടാകുന്നു. പേജ് നമ്പർ 879, ആയത്ത് 34. ലഹും അദാബുൻ ഫിൽ ഹയാത്തി ദുനിയ, ഈ ഹലോക ജീവിതത്തിൽ അവർക്ക് ശിക്ഷയുണ്ട്. വല അദാബുൽ ആഖിറതി അശഖ്ഖു, പരലോക ശിക്ഷയാണ് ഏറ്റവും വിഷമമുള്ളത്. വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്, അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് കാക്കുന്ന യാതൊരുത്തനും അവർക്കില്ല. ആയത്ത് 35. മസലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ, ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ വർണ്ണന. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഉക്കുലുഹാ ദായിമുൻ വദുല്ലുഹാ, അതിലെ കനികളും അതിലെ തണലും സ്ഥിരമായതാകുന്നു. തിൽക ഉഖ്ബല്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവരുടെ പര്യവസാനം അതാണ്. ഉഖ്ബൽ കാഫിരീന നാർ, നിഷേധികളുടെ പര്യവസാനം നരകവുമാണ്. ആയത്ത് 36. വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഫ്റഹൂന ബിമാ ഉൻസില ഇലൈക, നാം വേദം നൽകിയവർ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ സന്തോഷം കൊള്ളുന്നു. വമിനൽ അഹ്സാബി മൻ യുൻകിറു ബഅദഹ്, അതിൽ ചിലതിനെ നിഷേധിക്കുന്നവർ ആ കക്ഷികളുടെ കൂട്ടത്തിലുണ്ട്. ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ
വലാ ഉശ്രിക ബിഹി, പറയുക അള്ളാഹുവിനെ ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും മറ്റൊരു വസ്തുവിനെയും ആരാധിക്കാതിരിക്കാനും എന്നോട് കൽപ്പിച്ചു. ഇലൈഹി അദ്ഉ, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വ ഇലൈഹി മആബ്, അവങ്കലേക്ക് തന്നെയാകുന്നു എൻ്റെ മടക്കം. ആയത്ത് 37. കദാലിക അൻസൽനാഹു ഹുക്മൻ അറബിയ്യ, അപ്രകാരം അതിന് അറബി ഭാഷയിലുള്ള ന്യായപ്രമാണമായി നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനിലെ നിയമങ്ങളൊന്നും പ്രവാചകൻ സ്വയം നിർമ്മിച്ചതല്ല, അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ്. അത് അറബി ഭാഷയിലാണ്. അള്ളാഹുവിനോടും പ്രവാചകനോടും കൂറുള്ളവർ അറബി ഭാഷ പഠിച്ചു വളരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അവർക്ക് അധീനമായ സ്ഥലങ്ങളിലൊക്കെയും വ്യാപകമായ നിലയിൽ അറബി ഭാഷ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പല നാട്ടുകാരും അവരുടെ മാതൃഭാഷ ഉപേക്ഷിച്ച് അറബി ഭാഷയെ മാതൃഭാഷയായി സ്വീകരിച്ചു. ഇത് അറബി ഭാഷയ്ക്ക് ലഭിച്ച ഒരു അപൂർവ വിജയമാകുന്നു. നിനക്ക് വന്നു കിട്ടിയ അറിവിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല രക്ഷാധികാരിയെയോ വല്ല സംരക്ഷകനെയോ നിനക്ക് ലഭിക്കുകയില്ല. അള്ളാഹു ഇറക്കി അറിയിച്ചിട്ടുള്ള യഥാർത്ഥ വിജ്ഞാനങ്ങൾക്കെതിരായി മനുഷ്യരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം മാറ്റിപ്പറയുന്നവനെ പോലെ വഴികെട്ടവനും നിർഭാഗ്യവാനും ആര്? പേജ് നമ്പർ 880 ആയത്ത് 38. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ, അവർക്ക് ഇണകളെയും സന്താനങ്ങളെയും നാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മനുഷ്യർ തന്നെയായിരുന്നു. വിവാഹം ചെയ്ത് ഇണകളുമായി അവർ ജീവിച്ചു. അവർക്ക് മക്കളുണ്ടാകുകയും ചെയ്തു. അവർ മലക്കുകളല്ല. വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഏതൊരു ദൂതനും അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയല്ലാതെ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരുവാൻ സാധ്യമല്ല. പ്രവാചകനോട് ദൃഷ്ടാന്തം കാണിക്കാൻ ആവശ്യപ്പെടുന്ന മനുഷ്യർ ദുർബുദ്ധികളാകുന്നു. ദൃഷ്ടാന്തം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ലികുല്ലി അജലിൻ കിതാബ്, എല്ലാ അവധിക്കും പ്രമാണമുണ്ട്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായ സമയനിർണയം ചെയ്തിട്ടുണ്ട്. അത് ശരിക്ക് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആയത്ത് 39. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയുന്നു, അവൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം നടപ്പിൽ വരുത്തിയ ചില വിഷയങ്ങൾ മാറ്റി പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുകയും ചിലത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. വഇൻദഹു ഉമ്മുൽ കിതാബ്, മൂലപ്രമാണം അവൻ്റെ പക്കലുണ്ട്. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകത്ത് നടക്കാനിരിക്കുന്ന സർവ്വ കാര്യങ്ങളും വിശദമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള മൂലപ്രമാണം അള്ളാഹുവിൻ്റെ പക്കലുണ്ട്. അതിൽ പറഞ്ഞതനുസരിച്ച് സർവ്വ സംഗതികളും വളരെ കൃത്യമായി അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പേജ് നമ്പർ 881 ആയത്ത് 40. അവർക്ക് നാം മുന്നറിയിപ്പ് നൽകുന്നതിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുന്ന പക്ഷം, അല്ലെങ്കിൽ നിന്നെ നാം മരണപ്പെടുത്തുന്ന പക്ഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും പല വിധത്തിലും അവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ ശിക്ഷാ നടപടികളിൽ ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടപ്പിൽ വരുത്തുകയും നബി അത് കാണുകയും ചെയ്തെന്ന് വരാം. അല്ലെങ്കിൽ അതിനു മുമ്പ് അള്ളാഹു നബിയെ മരണപ്പെടുത്തിയെന്നും വരാം. അപ്പോൾ മരിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയില്ലെന്ന് വന്നല്ലോ, അതാണ് സത്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നത് മഹാവിവരക്കേടും ഖുർആനിനെതിരായ വിശ്വാസവുമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷത്തിന് വല്ല വകയുമുണ്ടോ? പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് അക്രമികൾ കൊലപ്പെടുത്തിയ സംഭവം ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര വലിയ വ്യസനമാണ് അനുഭവിക്കുക. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, എന്നാൽ പ്രബോധനം മാത്രമാണ് നിന്റെ ബാധ്യത. വഅലൈനൽ ഹിസാബ്, കണക്ക് നോക്കൽ നമ്മുടെ അധികാരത്തിൽ തന്നെയാണ്. ആയത്ത് 41. അവലം യറൂ അന്നാ നഅതിൽ അർദ നൻഖുസുഹാ മിൻ തുറാഫിഹാ, ഭൂമിയെ അതിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ക്രമേണ നാം ചുരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർ കണ്ടില്ലേ? ഭൂമിയാകെ അവരുടെ സ്വാധീനത്തിലായിരുന്നുവല്ലോ.
അതിനുശേഷം രാജ്യങ്ങൾ കുറേശ്ശെ അവർ നഷ്ടപ്പെടുത്തുകയും അള്ളാഹു അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതവർ കാണുന്നുണ്ടല്ലോ. ദുർജനങ്ങളുടെ ശക്തി ഈ നിലയിൽ കുറഞ്ഞു വരുന്നത് കണ്ടിട്ട് ഇവർക്ക് കാര്യം മനസ്സിലാകുന്നില്ലേ? ഇസ്ലാമിൻ്റെ വിജയം ഈ നിലയിൽ പൂർത്തിയാക്കാൻ തന്നെ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അത് തടയാൻ ആർക്കും സാധ്യമല്ല. ഈ പ്രഖ്യാപനം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നിലക്ക് പറയുകയല്ല, അള്ളാഹുവാണിത് പറയുന്നത്. അല്ലാഹു യഹ്കുമു, അള്ളാഹു വിധിക്കുന്നു. ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി, അള്ളാഹുവിൻ്റെ വിധിയെ വ്യത്യാസപ്പെടുത്തുന്ന ആരുമില്ല. പേജ് നമ്പർ 882. വഹുവ സരീഉൽ ഹിസാബ്, അവൻ വേഗത്തിൽ വിചാരണ നടത്തുന്നവനാകുന്നു. ആയത്ത് 42. വഖദ് മകറ അല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും ഇവർക്ക് മുമ്പുള്ളവർ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. ഫലില്ലാഹിൽ മക്റു ജമീഅ, എന്നാൽ തന്ത്രം മുഴുവനും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. യഅലമു മാ തക്സിബു കുല്ലു നഫ്സ്, ഓരോ ആളും പ്രവർത്തിക്കുന്നത് അവൻ അറിയുന്നു. വസയഅലമുൽ കുഫാറു ലിമൻ ഉഖബദ്ദാർ, ലോകത്തിൻ്റെ പര്യവസാനം ആർക്കാണ് ഗുണകരമായി തീരുക എന്ന് നിഷേധികൾ അറിഞ്ഞുകൊള്ളും. ആയത്ത് 43. വയഖൂലുൽ ലദീന കഫറൂ ലസ്ത മുർസല, നിഷേധികളായിട്ടുള്ളവർ പറയുന്നു നീ ദൈവദൂതനല്ല എന്ന്. ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനക്കും, പറയുക എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ മതി. വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്, വേദവിജ്ഞാനം ആരുടെ പക്കലാണോ അവരും. അള്ളാഹു അവതരിപ്പിച്ച തൗറാത്ത്, ഇൻജീൽ മുതലായ വേദങ്ങളിലെ വിജ്ഞാനം ലഭിച്ചവരും ഈ തർക്കത്തിൽ സാക്ഷി പറയാൻ പറ്റിയവരാകുന്നു. തിരുത്തലുകളില്ലാത്ത യഥാർത്ഥ വേദങ്ങളാണ് ഉദ്ദേശ്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമായും ദൈവദൂതൻ തന്നെയായിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു.